പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീട്ടിലെത്തിയ ബ്രോക്കർ ലൂസി അമ്മയ്ക്ക് വയറു നിറയെ ഭക്ഷണമെല്ലാം കൊടുത്ത് ഗംഗയുടെ കല്യാണം മുടക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് സുജാത. തിരുവല്ല ഭാഗത്ത് റോഡ് കോൺട്രാക്ടറായ ഒരു പരിചയക്കാരൻ സുകുമാരനുണ്ടെന്നും അവൻ വിചാരിച്ച ചിലതൊക്കെ നടക്കുമെന്ന് ലൂസിയമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ സുജാതയും കുറച്ച് കാശ് ലൂസിയമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ലൂസിയമ്മയും അത് പോരാഞ്ഞ് ഓണം കഴിഞ്ഞിട്ട് മുണ്ടുമുറുക്കി മാനവും നോക്കി ഇരിക്കുക മോളെ, തിരുവല്ലയിലൊക്കെ പോയിട്ട് വരാനുള്ളതല്ലേ, ഇത് പോരാതെ വരുമെന്ന് ചിരിയോടെ പറയുമ്പോൾ തൽക്കാലം ലൂസിയമ്മ ഇത് വെക്ക്, കാര്യം നടന്നു കഴിഞ്ഞാൽ ലൂസിയമ്മ പറയുന്ന കാശ് എന്ന് സുജാത പറയുമ്പോൾ വാക്കാണല്ലോ അല്ലേ. ദേ സുജാതയെ വിശ്വസിച്ച് ഞാൻ എന്റെ കയ്യിൽ നിന്ന് കാശ് ഇറക്കുവാണേ എന്ന് ലൂസിയമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ ലൂസിയമ്മ ചെല്ലെന്ന് പറഞ്ഞ് സുജാത ലൂസിയമ്മയെ പറഞ്ഞു വിടുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോഴേക്കും സുജാത അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് അവിടെ നിൽക്കുകയായിരുന്ന വിനീതിനെ കാണുന്നത്. എന്തിനാ അമ്മ ആ സ്ത്രീ ഇവിടെ വന്നതെന്ന് വിനീത് ചോദിക്കുമ്പോൾ എന്നെ കാണാനേ പലരും ഇവിടെ വരും, അതൊന്നും നീ അന്വേഷിക്കണ്ടെന്ന് സുജാതയും. മനസാക്ഷിക്ക് നിരക്കാത്തത് ചെയ്യല്ലേ അമ്മയെന്ന് വിനീത് ഓർമ്മിപ്പിക്കുമ്പോൾ ആദ്യം നിന്റെ അമ്മാവനോട് ചെന്ന് പറ മനസാക്ഷി ഉണ്ടാക്കാൻ. പിന്നെ സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുത്ത് കൂടെ നിൽക്കുന്നവളായി സുജാത. പക്ഷെ വെറുത്താലുണ്ടല്ലോ സ്വന്തവും ബന്ധവും ഒന്നും നോക്കില്ല, ചങ്ക് പറിച്ചിങ്ങെടുക്കും. പിന്നെ നിന്റെ കടയുടെ പേരുണ്ടല്ലോ ഗംഗ ടൈലറിങ്സ്, അതങ്ങ് മാറ്റിയേക്കണം, ആ മരയോന്തിന്റെ മുഖവും ചുമരിന്നങ്ങ് മാറ്റിയേക്കണം എന്ന് താക്കീതോടെ പറഞ്ഞ് അമ്മയും അവിടുന്ന് പോവുകയാ. അവിടെ തന്റെ റിസോർട്ടിൽ രാജേശ്വരി ദേഷ്യത്തോടെ ഉച്ചത്തിൽ ഡ്രൈവറായ ആസിഫിനെ വിളിക്കുന്നുണ്ട്. അവൻ അങ്ങോട്ട് ഓടി വരുമ്പോഴേക്കും നീ എവിടെയായിരുന്നു എന്ന് രാജേശ്വരിയും. 2-ാം നമ്പർ റൂമിലെ വൈഫൈ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു, അതൊന്ന് ശരിയാക്കാൻ പോയതാണെന്ന് അവനും. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് ഒരു ഫാമിലി ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായിരുന്നോ ഇവിടെ താമസിച്ചിരുന്നപ്പോ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ചൂടുവെള്ളം കിട്ടിയില്ലെന്നോ ബെഡ്ഷീറ്റ് മാറ്റിയില്ലെന്നോ എന്തൊക്കെ പറയുന്ന കേട്ടെന്ന് ആസിഫ് പറയുമ്പോ എന്തോ പറയുന്ന കേട്ടെന്നോ. TV ന്യൂസ് കേൾക്കുന്ന പോലെയാണോ നിങ്ങൾ ഇവിടത്തെ ഗസ്റ്റുകളുടെ കംപ്ലൈന്റ് കേൾക്കുന്നത്? അതിനൊരു പരിഗണനയും കൊടുക്കണ്ടേ? ആർക്കായിരുന്നു അവിടെ റൂം സർവീസിന്റെ ഡ്യൂട്ടി എന്ന് രാജേശ്വരി ചോദിക്കുമ്പോഴേക്കും അത് ധന്യക്കായിരുന്നു എന്ന് ആസിഫ്. രാജേശ്വരി അവളെ വിളിക്കാനായി പറയുമ്പോഴേക്കും ആസിഫും അവളെ വിളിക്കാനായി പോവുകയാ. അങ്ങോട്ടെത്തുന്ന നിവിനും അത് ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. ധന്യയുമായി ആസിഫ് അങ്ങോട്ട് എത്തുമ്പോഴേക്കും തന്റെ മൊബൈലിൽ നോക്കിക്കൊണ്ട് രാജേശ്വരിയും ടീ കപ്പ് റിസോർട്ടിന് സതീഷ് ബാബു മുല്ലക്കലിന്റെ റിവ്യൂ. മെച്ചപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഞാൻ താമസിച്ചിട്ടുള്ളതിൽ ഏറ്റവും മോശപ്പെട്ട റിസോർട്ടാണ് ഈ ടീ കപ്പ് റിസോർട്ട്. ചായയോ കാപ്പിയോ ചോദിച്ചാൽ സമയത്തിന് കിട്ടില്ല, പലതവണ വിളിച്ചു ചോദിക്കുമ്പോൾ ഓടവെള്ളം പോലെ എന്തോ തന്നവർ കൈയൊഴിയും. വാഷ്റൂമിൽ ഹോട്ട് വാട്ടർ ഇല്ലെന്ന് പലതവണ കംപ്ലൈന്റ് ചെയ്തു, ആരും തിരിഞ്ഞു നോക്കിയില്ല. മുഷിഞ്ഞു നാറിയ ബെഡ്ഷീറ്റും പില്ലോ കവറും മാറ്റാൻ പറഞ്ഞപ്പോ പകരം കൊണ്ടുവന്നിട്ടതിന് ഉണക്കമീനിന്റെ നാറ്റം. ഒരാഴ്ച തങ്ങാൻ പോയ ഞാൻ 2 ദിവസം താമസിച്ച് അവര് പറഞ്ഞ ബില്ലും കൊടുത്ത് ഫാമിലിയോടെ തടിയൊരി. പുറത്തുനിന്ന് അധികം സർവീസ് കിട്ടാത്ത സ്ഥലമാണ് പുഷ്പവാടി, അതുകൊണ്ട് ടീ കപ്സിലേക്ക് പോകുന്നവർ ജാഗ്രത എന്ന ആ റിവ്യൂ അവളുടെ മുഖത്തേക്ക് നോക്കി വായിച്ച് രാജേശ്വരി അവളുടെ മുന്നിലേക്ക് ചെന്ന് ധന്യക്ക് എന്തു പറയാനുണ്ട്? എടി എന്തു പറയാനുണ്ടെന്ന്. ടീ കപ്സിന് അയാൾ കൊടുത്തിരിക്കുന്ന സ്റ്റാർ റേറ്റിംഗ്സ് എത്രയാണെന്നറിയോ? 1. ഈ റേറ്റിംഗ് ഒക്കെ വെച്ച് ബിസിനസ് നടത്തുന്ന ആളാ ഞാൻ. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാ ശമ്പളമായിട്ട് നിന്റെയൊക്കെ വായിലേക്ക് തിരികെ തരുന്നത്. അതെടുത്ത് വിഴുങ്ങിയിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ വായും പൊളിച്ച് നിൽക്കുന്നു എന്ന് രാജേശ്വരി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ മാഡം ബെഡ്ഷീറ്റിന്റെ കാര്യമാണെങ്കിൽ ലോണ്ടറിന്ന് കിട്ടിയതാ ഞാൻ വിരിച്ചതെന്ന് ധന്യയും. അത് പറയാനുണ്ടോടി നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നേ? ബെഡ്ഷീറ്റിന്റെ കാര്യം മാത്രമല്ല, റിവ്യൂ ആയി കസ്റ്റമർ ഒരു ലോഡ് എഴുതി വെച്ചിരിക്കുന്നു, അതിനൊക്കെ എന്ത് സമാധാനം പറയാനുണ്ട് നിനക്കെന്ന് രാജേശ്വരിയും ചോദിക്കുക. ഞാൻ എന്ത് പറഞ്ഞാലും മാഡം എന്നെ ചീത്ത പറയുമല്ലേ, ആ മന്ത്രിയുടെ കാര്യം മുതലേ മാഡത്തിന് എന്നെ ദേഷ്യമല്ലേ എന്ന് ധന്യ ചോദിച്ചു നിർത്തുമ്പോഴേക്കും രാജേശ്വരിയും അവളുടെ കവിള താഞ്ഞടിക്കുക. അഹങ്കാരി, വേണ്ട വേണ്ടെന്ന് വെക്കുന്നവരും നീ തലയിൽ കയറി നിന്നിറങ്ങുന്നു, ചോദിച്ചതിന് സമാധാനമില്ലേ എന്ന് അവളോടായി ചോദിച്ച് ആസിഫിനോടായി ആസിഫെ ഇവളെ പിടിച്ചോണ്ട് പോ, ഇവളെ ഇനി എന്റെ കൺമുന്നിലോ ജോലിയിലോ കാണരുത്, ഇനി ഇവളെ എന്റെ മുന്നിൽ കണ്ടാ ഞാൻ എന്താ ചെയ്യുന്നത് തന്നെ എനിക്കറിയില്ല, ശമ്പളം വാങ്ങി തിന്നെ മാത്രം കുറച്ച് സ്റ്റാഫുകള് കൊണ്ടുപോയി നലറുമ്പോഴേക്കും ആസിഫ് ധന്യം വിളിച്ചോണ്ട് അവിടുന്ന് പോവുകയാണ്. എല്ലാം കണ്ടു നിൽക്കായിരുന്ന നിവിനും ആകെ വല്ലതാവുന്നുണ്ട്. അവിടെ ഡൈനിങ് ഹാളിലെ സോഫയിൽ കിടന്ന് മുറുക്കും കഴിച്ച് ബുക്ക് വായിച്ചോണ്ടിരിക്കുക യമുന. അല്ല ഒരു ഉടുപ്പുമായി അങ്ങോട്ടെത്തി. ചേച്ചി ഇത് കണ്ടോ, അച്ഛൻ സൗദിന്ന് കൊണ്ടുവന്ന ഉടുപ്പാ, ഇതിനകത്ത് ഒരാൾക്കും കൂടി കയറാമെന്ന് പറയുമ്പോ എന്നാ നീ ഒരു കാര്യം ചെയ്യേ, ഇതിനകത്ത് വേറൊരാളെയും കൂട്ടി ട്രിപ്പ് അടിച്ചോന്ന് യമുനയും. ചേച്ചി ആ സ്ഥാനത്ത് കോമഡി പറയലേന്നും പറഞ്ഞ് നിള യമുനയുടെ കാലിലേക്ക് ഇരിക്കുമ്പോഴേക്കും യമുനയുടെ ഒറ്റത്തട്ടിന് അവൾ അപ്പുറത്തെ സോഫയിലേക്ക് ചെന്ന് വീഴുകയാണ്. അച്ഛൻ കൊണ്ടുവന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാ ഇതെന്ന് നിള പറയുമ്പോ എടി നീ ഇത് ഗംഗച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്ക, നിന്റെ സൈസിനനുസരിച്ച് ചേച്ചി ഇത് ഓൾട്ടർ ചെയ്ത് തരുമെന്ന് യമുനയും. അത് കേൾക്ക് അവൾക്ക് താങ്ക്സും പറഞ്ഞ് നിള പോവാനായി തുടങ്ങുമ്പോഴാണ് മൊബൈലിൽ സംസാരിച്ചോണ്ട് അങ്ങോട്ട് വന്ന കാവേരി ഗംഗച്ചേച്ചി എവിടെയെന്ന് ചോദിക്കുന്നത്. അവളിരുന്ന് തയ്ക്കുന്നില്ലെന്ന് യമുന ചോദിക്കുമ്പോൾ ഇല്ല അതല്ലേ ഞാൻ അന്വേഷിച്ചു വന്നതെന്ന് കാവേരിയും. നിശ്ചയത്തിന് മുമ്പേ ജോലിയെല്ലാം തീർക്കാൻ വേണ്ടി മുറി അടച്ചിരുന്ന് തയ്ക്കുവാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്, ആരും ശല്യപ്പെടുത്തതെന്നും പറഞ്ഞെന്ന് യമുന പറയുമ്പോൾ മുറിയിലെങ്ങോ ആരുമില്ലെന്ന് കാവേരി. ഗായത്രി ചേച്ചിയുടെ കുട്ടികളുടെ ഡ്രസ്സ് ഓണക്കോടിയായി കൊടുക്കാനാ
ഗംഗേച്ചി ഏൽപ്പിച്ചത്. ഓണാവധി കഴിയുമ്പോഴെങ്കിലും അത് കിട്ടുമോന്നാ ചേച്ചി ചോദിക്കുന്നേ എന്ന് കാവേരി പറയുമ്പോ മുറിയിലില്ലെങ്കിൽ പിന്നെ ഗംഗേച്ചി ഇതെവിടെ പോയി എന്ന ആലോചനയുടെ യമനയും ഇരിപ്പ. അവിടെ വീടിന് പുറത്തൊരിടത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ചിരിയോടെ മരത്തിന്റെ ഇലയും പിച്ചി കല്യാണ പയ്യനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഗംഗ. അത് കണ്ട് അങ്ങോട്ട് വരുന്ന കാവേരിയും ആ മരത്തിലെ ഇല മുഴുവൻ പിച്ചി കളയല്ലേ ഗംഗ ചേച്ചി എന്ന് പറയുന്നത് കേൾക്കെ കൊളന്നൊത്തിക്കൊണ്ട് എന്താ എന്നവൾ ചമ്മലോടെ ചോദിക്കുക. അത് തേയിലച്ചെടി അല്ലെന്ന് പറയായിരുന്നു. കൊളന്തുന്നുള്ളുന്ന പോലെയാണല്ലോ ചേച്ചി അതിന്റെ ഇല പറിച്ചു കളയുന്നെന്ന് കാവേരി ചോദിക്കുമ്പോ അനിയത്തിമാരാ ഒന്ന് ഹോൾഡ് ചെയ്യണേന്ന് മൊബൈലിലൂടെ പതുക്കെ പറഞ്ഞ് എന്താടിന്ന് ഗംഗ ചോദിക്കുന്നുണ്ട് കാവേരിയോട്. ഗായത്രി ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു, അവരുടെ കുട്ടികളുടെ ഡ്രസ്സിന്റെ കാര്യം എന്തായി എന്നറിയാം എന്ന് കാവേരി പറയുമ്പോ ഗായത്രി ചേച്ചിയോട് തന്നെയാ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ കുട്ടികളുടെ അളവെടുത്തതേ അതൊന്ന് മാറിപ്പോയി, ഒന്നുകൂടി കിട്ടണമെന്ന് പറയായിരുന്നു എന്ന് ഗംഗ പറയുമ്പോഴേക്കും കാവേരി തന്റെ കയ്യിലുള്ള മൊബൈൽ സ്പീക്കറിലിട്ട് ലൈനിലുള്ള ഗായത്രി ചേച്ചിയോട് പറഞ്ഞത് കേട്ടോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് കാവേരി. അത് കേൾക്കെ ഗായത്രിയും മൊബൈലിലൂടെ എടി ഗംഗെ നീ എപ്പോഴാ എന്നോട് കുട്ടികളുടെ അളവെടുക്കുന്ന കാര്യം പറഞ്ഞത് എന്ന് ചോദിക്കുന്നത് കേൾക്കെ ഒരു മിനിറ്റ് ചേച്ചി ഒന്ന് കട്ട് ചെയ്യുവാണേ, അത്യാവശ്യമായിട്ടെ ഇവിടെ ഒരാളെ അളക്കാനുണ്ടെന്ന് പറഞ്ഞ് കാവേരിയും ആ കോൾ കട്ട് ചെയ്യുകയാണ്. അങ്ങ ചിരിയോടെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും യമുനയും നിളയും കൂടി അങ്ങോട്ട് ഓടി വന്ന് വട്ടം പിടിച്ച് അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അവൾ അതിന് പിടികൊടുക്കാതെ ചിരിയോടെ ഓടി രക്ഷപ്പെടുമ്പോഴേക്കും അവളുടെ പുറകെ ചിരിയോടെയും സന്തോഷത്തോടെയും മറ്റുള്ളവരും ഓടിപ്പോവുകയാണ്. ആ കാഴ്ച തുറന്നിട്ട ജനലിലൂടെ കണ്ടു നിൽക്കുകയായിരുന്ന അച്ചമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. അവിടെ റിസോർട്ടിന്റെ മുറ്റത്തിട്ട ചെയറിലിരുന്ന് നിവിൻ തന്റെ ലാപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും രാജേശ്വരി അവന് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവൻ അത് വാങ്ങി കുടിച്ചോണ്ട് എന്താ അമ്മ ഇത് എന്ന് ചോദിക്കുമ്പോഴേക്കും പോവാൻ തുടങ്ങിയ രാജേശ്വരി സംശയത്തോടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇത് കാപ്പിയോ കലക്ക് വെള്ളമോ? ചൂടുമില്ല കടുപ്പവുമില്ല, ഇതിന് മധുരവുമില്ലെന്ന് നിവിൻ പറയുമ്പോ അങ്ങനെ വരെ വഴിയില്ലല്ലോ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണല്ലോ എന്ന് രാജേശ്വരി. അപ്പൊ എന്റെ തോന്നലായിരിക്കുമെന്ന് നിവിൻ പറയുമ്പോ പിന്നെ നീ എന്നെ കളിയാക്കിയതാണോ? നിന്റെ പാകത്തിന് തന്നെയാ ഞാൻ കാപ്പി ഉണ്ടാക്കിയത് എന്നമ്മയും പറയുന്നുണ്ട്. കളിയാക്കിയതൊന്നുമല്ല അമ്മ, ഈ കാപ്പി ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ തികച്ചും സബ്ജക്റ്റീവ് അല്ലേന്ന് നിവിൻ ചോദിക്കുമ്പോ നീ എന്താ പറഞ്ഞു വരുന്നേന്ന് അമ്മയും. അമ്മ നമ്മുടെ റിസോർട്ടിന് ഒരു കസ്റ്റമർ റേറ്റിംഗ് തരുന്നതും റിവ്യൂ കൊടുക്കുന്നതുമൊക്കെ അതുപോലെ സബ്ജക്റ്റീവാ. ഒരാളുടെ വ്യൂ പോയിന്റ്, ഒരാളുടെ എക്സ്പീരിയൻസ്, ഒരാളുടെ മാത്രം തോന്നല് എന്ന് നിവിൻ പറയുമ്പോ ഓ ധന്യയുടെ കാര്യം ഇതുപോലെ 4 നെഗറ്റീവ് റിവ്യൂ വന്നാ മതി നിവിൻ ആ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ റിസോർട്ടിനെ എടുത്തു കളയാൻ എന്നമ്മ ഓർമ്മിപ്പിക്കുമ്പോ കളഞ്ഞോട്ടെ അമ്മേ, പക്ഷേ ആ കുട്ടിയെ അടിക്കാനുള്ള അധികാരമൊന്നും അമ്മയ്ക്കില്ലെന്ന് നിവിനും. ഷീ ഈസ് എ ഹ്യൂമൻ ബീങ്. ഏതോ മന്ത്രികുമാരന്റെ കാര്യമൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ പുറത്തറിഞ്ഞ അമ്മയുടെ ഇമേജ് എന്താകുമെന്ന് അറിയോ എന്ന് നിവിൻ ചോദിക്കുമ്പോ പുറത്തെ കാര്യം വിട്ടേക്ക്, അകത്തെന്താ നടക്കുന്നതെന്ന് നിനക്കറിയോ? ആ കുട്ടിയെക്കുറിച്ച് തന്നെ നിനക്ക് എന്തറിയാം? ധന്യയ്ക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛനൊരു ജോലിയേ ഉള്ളൂ, കള്ളുകുടി. അമ്മയ്ക്ക് എസ്റ്റേറ്റിൽ കൊളുന്തുന്നുള്ളലാണ് ജോലി. പുഷ്പവാടിയിലെ രീതി അനുസരിച്ച് അധികം പഠിക്കാനൊന്നും പോയിട്ടില്ല ധന്യ. എഴുതാനും വായിക്കാനും അറിയാം, അത്രയുള്ളൂ. മക്കളാകാൻ പ്രായമുള്ള 2 അനിയത്തിമാരുണ്ട് അവൾക്ക്. അവരുടെ സ്കൂളിലെ പഠിപ്പും ധന്യയുടെ വരാനിരിക്കുന്ന കല്യാണവും അച്ഛന്റെ മദ്യപാനവും ഒക്കെ അമ്മ കൊളുന്തു നുള്ളി കിട്ടുന്ന പണത്തിൽ നിന്ന് നടക്കണം. ധന്യയെ കൂടെ എസ്റ്റേറ്റിലെ ജോലിക്ക് വിട്ട് കള്ളു കുടിക്കാനായിരുന്നു അച്ഛന്റെ പ്ലാൻ. അതിനിടയില അവൾക്ക് ഇവിടെ ജോലി കിട്ടുന്നത്. 3-4 ക്ലാസ് പഠിപ്പുള്ള കുട്ടിക്ക് പുറത്തെന്ത് ശമ്പളം കിട്ടുമെന്ന് നിനക്കറിയാലോ. അതല്ല ഞാൻ എന്റെ സ്റ്റാഫിന് കൊടുക്കുന്നത്. മാന്യമായ ശമ്പളത്തിന് പുറമെ ലാഭവിഹിതത്തിന്റെ ഒരു ഷെയറും കൊടുക്കുന്നുണ്ട്. പിന്നെ കല്യാണം മരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ നല്ലൊരു തുക കൊടുക്കും. ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ ബോണസ്. അവരുടെയൊക്കെ കുടുംബം എന്റെ കുടുംബം പോലെ തന്നെയാ ഞാൻ കാണുന്നത്. അല്ലാതെ ഞാൻ ഇവിടെ എന്ത് സമ്പാദിച്ചു കൂട്ടാൻ? നിനക്കോ സത്യേട്ടനോ ഒക്കെ ഇതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ നീ ഒരു മന്ത്രികുമാരന്റെ കാര്യം പറഞ്ഞല്ലോ, അക്കാര്യത്തിലൊക്കെ ചലഞ്ച് എടുത്തത് ധന്യല്ല ഞാനാ. ഈ പുഷ്പവാടിയിലെ പെണ്ണുങ്ങളെയൊക്കെ പലരും തൊടാത്തത് രാജേശ്വരിയുടെ തണലുള്ളത് കൊണ്ടാണ്. ഞാനിപ്പോ കാപ്പിയിട്ടുകൊണ്ട് വന്നപ്പോ നീ അത് കൊള്ളില്ലെന്ന് പറഞ്ഞില്ലേ? ശരിക്കും അത് കൊള്ളില്ലെങ്കിലും നീ എന്നോട് അങ്ങനെ പറയില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട്. സ്വന്തം വീട്ടിലെ സ്നേഹത്തിന് മാത്രം ആരും കണക്ക് വെക്കാറില്ല. റിസോർട്ടിലെ സ്റ്റാഫും കസ്റ്റമേഴ്സും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ഒരു ബാഡ് റിമാർക്കും ഉണ്ടാവില്ല. കസ്റ്റമർ ചിലവാക്കുന്ന പണത്തിന് അവർക്കും ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമ്മുടെ സ്റ്റാഫും കീപ്പ് ചെയ്യേണ്ട നിവിൻ. ഇത് അവരുടെ റിസോർട്ടല്ലേ, കൂടുതൽ ലാഭമുണ്ടായ പ്രോഫിറ്റ് അവർക്ക് തന്നെയല്ലേ ഷെയർ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ സ്വന്തം കുടുംബമായി കാണുമ്പോൾ അവർ ഈ റിസോർട്ടിനെ വീടായി കാണണ്ടേ നിവിൻ. ഇങ്ങനെ കാണാത്തതിനാണ് ധന്യയ്ക്ക് ആ ശിക്ഷ. വീട്ടിലെ മുതിർന്ന ചേച്ചി ചെയ്തതാണെന്ന് കൂട്ടിക്കോ. കോഫി ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് ചോദിച്ച് നിവിന്റെ കയ്യിൽ നിന്ന് ആ കോഫി കപ്പ് വാങ്ങി കോഫി പുറത്തേക്ക് ഒഴിച്ചുകൊണ്ട് രാജേശ്വരി പോവാൻ തുടങ്ങുമ്പോഴേക്കും അമ്മ എന്ന് നിവിൻ വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവളെ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല കേട്ടോ, 1-2 ദിവസം പുറത്തു നിർത്തണം, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. സംശയമുണ്ടെങ്കിൽ ആസിഫിനോട് ചോദിച്ചു നോക്ക്. നിനക്കറിയില്ലെങ്കിലും നിന്റെ കൂട്ടുകാരനറിയാം എന്റെ മനസ്സ് എന്ന് പറഞ്ഞ് രാജേശ്വരി വീണ്ടും പോവാൻ തുടങ്ങുമ്പോഴേക്കും നിവിൻ വീണ്ടും ടെൻഷനോടെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അമ്മ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നിവിൻ ചെന്ന് അമ്മയെ ചേർത്ത് പിടിച്ച് സോറി അമ്മ എന്ന് പറയുന്നത് കേൾക്കെ ചിരിയോടെ നീ എന്നെന്താ വിളിച്ചത്, ചെകുത്താൻ എന്ന് ചോദിക്കുമ്പോഴേക്കും നോ അമ്മ, യു ആർ എൻ ഏഞ്ചൽ എന്ന് പറഞ്ഞ് നിവിൻ അമ്മയെ ചേർത്ത് പിടിക്കുക. അവിടെ സ്നേഹതീരത്തിൽ
ചെടികളോട് സംസാരിച്ച് കാവേരി ചെടി നനയ്ക്കുമ്പോഴാണ് ഗംഗ അങ്ങോട്ട് ചായയുമായി വരുന്നത്. അവൾ ചെടി നനയ്ക്കുന്നത് നിർത്തി ഗംഗയുടെ കൂടെ ചെന്നിരുന്ന് ചായ കുടിക്കുമ്പോഴേക്കും ഇന്ന് മഴ പെയ്യുമെന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് കാവേരി പറയുമ്പോ നിനക്കെന്താ ഇത്ര ഉറപ്പെന്ന് ഗംഗയും. ഞാൻ മേഘത്തോട് പെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കാവേരിയും. അപ്പോഴാണ് പൂക്കാത്ത ഒരു റോസിനെ കുറിച്ച് ഗംഗ ചോദിക്കുന്നത്. ഇനി പൂത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കാവേരിയും. ഇവിടെയുള്ള ചെടികളിലെല്ലാം പൂ ഉണ്ടാവുന്നത് എങ്ങനെയെന്നാ ഗംഗേച്ചി വിചാരിച്ചിരിക്കുന്നത്? ഞാൻ സംസാരിച്ച് പൂ വിരിയിക്കുന്നതാണെന്ന് കാവേരി പറയുമ്പോ നീ സംസാരിച്ച പൂ വിരിയിക്കുക മാത്രമല്ല ഒരു തേക്കോ ഈട്ടിയോ ഒക്കെ തള്ളി മറിച്ചിടാൻ പറ്റുമെന്ന് ഗംഗയും. അപ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് ധന്യ വരുന്നത്. ഗംഗെ, നാടൻ കോഴിമുട്ടയുണ്ടോ എന്ന് ധന്യ ചോദിക്കുമ്പോ എത്ര എണ്ണം വേണമെന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. ഒരു 5 എണ്ണം മതിയെന്ന് ധന്യ പറയുമ്പോഴാണ് അവളുടെ കവിളത്ത് കിട്ടിയ പാട് കണ്ട് സംശയത്തോടെ എഴുന്നേറ്റ് ആരാ നിന്നെ അടിച്ചത്? അച്ഛനാണോ? നിങ്ങളുടെ അച്ഛൻ കുട്ടികളെയൊന്നും തല്ലാറില്ലല്ലോ എന്ന് ഗംഗ ചോദിക്കുന്നത്. അച്ഛനല്ലെന്ന് ധന്യ പറയുമ്പോ പിന്നെ എന്ന് കാവേരിയും. റിസോർട്ടിലെ മാഡമാണെന്ന് ധന്യ പറയുമ്പോ ആര്? രാജേശ്വരിയോ എന്ന് കാവേരി. അതേന്ന് ധന്യ സമ്മതിക്കുമ്പോ എന്തിനാ അടിച്ചതെന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. അവിടെയുള്ള ഗസ്റ്റുകൾ ആരോ കാപ്പി ചോദിച്ചപ്പോ സമയത്തിന് കിട്ടിയില്ലെന്നും പറഞ്ഞ് റേറ്റിംഗ് കുറച്ചിട്ടു എന്ന് ധന്യ പറയുമ്പോ അതിനടിക്കുക എന്ന് കാവേരിയും. എന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇനി ജോലിക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞെന്ന് ധന്യ പറയുമ്പോ നീ സമാധാനമായിരിക്കെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാൻ പോയി മുട്ട എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് ഗംഗ മുട്ട എടുക്കാനായി പോവുകയാണ്. കാവേരിയും അവളുടെ മുഖത്തെ പാടം നോക്കിക്കൊണ്ട് നല്ല എണ്ണം പറഞ്ഞ അടിയാണല്ലോ, തിരിച്ചങ്ങ് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അയ്യോ രാജേശ്വരി മാഡത്തെയോ എന്ന് തന്നെയും. ഗംഗ പുറകുവശത്തൂടെ ചെല്ലുമ്പോഴേക്കും പുറത്തെ അടുപ്പിൽ ചോറ് വേവിക്കാൻ വെച്ചതും ശ്രദ്ധിക്കാതെ ആലോചനയോടെ ഇരിക്കുന്ന അച്ചമ്മയാണ് കാണുന്നത്. ചോറ് തിളച്ചു തൂവിയത് കണ്ട് ഗംഗ അങ്ങോട്ട് ചെന്ന് എന്താ അച്ചമ്മ ഇത്? ചോറ് തിളച്ചു തൂവിയത് കണ്ടില്ലേ? എന്നിട്ടും മരക്കുറ്റി പോലെ അവിടെ ഇരിക്കുകയാണോ? അച്ഛൻ മരുഭൂമിയിൽ കിടന്ന് വിയർത്തൊലിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ ഓരോ അരമണിക്കും വിലയുണ്ട് അറിയോ? മുട്ട എവിടാനാവോ എന്ന് ചോദിച്ച് ഗംഗ അകത്തോട്ട് കയറി പോവുകയാ. ദേഷ്യത്തോടെ ഇരിക്കുന്ന അച്ചമ്മയും ദുബായിക്കാരനുമായുള്ള കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പെണ്ണ് നിലത്തൊന്നുമല്ല. എത്ര പൊന്തിച്ചാടിയാലും സമ്മാനം വാങ്ങാൻ നീ നിലത്തു തന്നെ വരണമെന്നോർത്തോ? വളർത്തി തനിക്കൊപ്പം ആക്കിയവരുടെ കണ്ണീര് വാങ്ങിവെച്ച അത് നിനക്ക് ഗുണപ്പെടില്ലെന്ന് പിറുപിറുക്കുന്നുണ്ട് അച്ചമ്മയും. ഗംഗ കോഴിമുട്ടയെടുത്ത് വരുമ്പോഴേക്കും അവിടെ കാണുന്നില്ല. അവൾ അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും സ്കൂട്ടിയിൽ ധന്യയും കൊണ്ടുപോകുന്ന കാവേരിയാണ് കാണുന്നത്. അവിടെ റിസോർട്ടിൽ ആസിഫ് രാജേശ്വരിയോട് ആന്റി സ്റ്റാഫില് 2-3 പേര് ലീവ് ബുക്കിങ്ങും വരുന്നുണ്ട്, പുതിയ ആരെങ്കിലും എടുക്കണോന്ന് ചോദിക്കുമ്പോൾ ധന്യയുടെ കാര്യമല്ലേ ആസിഫ് ഉദ്ദേശിച്ചത്? ഞാൻ അവളെ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല, അത് ആസിഫിനും അറിയാലോ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോഴേക്കും ധന്യയെയും കൊണ്ട് കാവേരി തന്റെ സ്കൂട്ടിയിൽ റിസോർട്ടിൽ എത്തുന്നുണ്ട്. സ്കൂട്ടിന്ന് ഇറങ്ങിക്കൊണ്ട് വേണ്ട കാവേരി എനിക്ക് പേടിയാവുന്നു ധന്യ പറയുമ്പോൾ കാരണത്തടിച്ചു, ജോലിന്ന് പറഞ്ഞു വിട്ടു, കുടിശ്ശിക ശമ്പളത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി എന്ത് ചെയ്യുമെന്ന തല വെട്ടുവോ എന്ന് കാവേരിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അവിടെ രാജേശ്വരിയും ആസിഫ് ഇതിപ്പോ ധന്യയോട് പറയാനൊന്നും നിൽക്കണ്ട, എന്ത് തോന്നിവാസം കാട്ടിയാലും ജോലി ഉണ്ടാവുമെന്ന് അവൾക്ക് തോന്നണ്ട, തലയിൽ കയറി നിരങ്ങും, ചെയ്ത കാര്യങ്ങളിൽ ഒരു പശ്ചാത്താപം തോന്നണം അവൾക്ക് എല്ലെന്ന് പറഞ്ഞ് ആസിഫിനെ പറഞ്ഞു വിടുന്നുണ്ട് രാജേശ്വരി. റിസോർട്ടിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്ന ധന്യയും വേണ്ട കാവേരി ആവശ്യമില്ലാത്ത പ്രശ്നമാവും, നമുക്ക് തിരിച്ചു പോവാം എന്ന് പേടിയോടെ പറയുന്നുണ്ടെങ്കിലും നീ ഒന്ന് ചുമ്മാതെ നിന്നെ എന്ന് കാവേരിയും പറയുന്നുണ്ട്. സിറ്റൗട്ടിലേക്ക് എത്തിയ ആസിഫും അവരെ കണ്ട് അവരുടെ മുന്നിലേക്ക് ഓടിച്ചെന്ന് തന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വരരുതെന്നല്ലേ ആന്റി പറഞ്ഞത്? ആന്റി കാണാതെ പെട്ടെന്ന് പോയിക്കോ, ഞാൻ പിന്നെ ആന്റിയോട് സംസാരിച്ചോളാം എന്ന് പറയുമ്പോഴേക്കും ധന്യ പോവാനായി തുടങ്ങുന്ന കണ്ട് കാവേരി അവളെ പിടിച്ചു നിർത്തി നീ എവിടെ നിന്നെ എന്നവളോടായി പറഞ്ഞ് ധന്യയെ പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് അറിയണമെന്ന് പറയുന്നുണ്ട്. അത് ആന്റി അവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ആസിഫ് ചോദിക്കുമ്പോ അപ്പോ അടിച്ചതെന്തിനാന്ന് കൂടി പറ എന്ന് കാവേരിയും. അതിന്റെ കാരണം അവളോട് പറഞ്ഞിട്ടുണ്ടോ? കണ്ടോ, പറഞ്ഞിട്ടില്ല എന്ന് കാവേരി പറയുമ്പോ തന്നെ നീ ഇപ്പോ ഈ കുട്ടിയെ കൊണ്ട് പോ, ഞാൻ ആന്റിയോട് സംസാരിക്കാമെന്ന് ആസിഫും. അങ്ങനെ നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട, ന്യായമായ കാര്യങ്ങൾ ചോദിക്കാനാ ഞാൻ ധന്യയും കൂട്ടി ഇവിടെ വന്നത്, വിളിക്ക്, നിങ്ങളുടെ ആന്റിയെയോ അങ്കിളിനെയോ ഒക്കെ വിളിക്ക് എന്ന് കാവേരി പറയുമ്പോഴേക്കും രാജേശ്വരിയും അങ്ങോട്ട് എത്തുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.